രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും വർഷങ്ങളോളം പിടിച്ചുകുലുക്കിയ റഷ്യ ഗേറ്റ് എന്ന ഗൂഢാലോചനാ സിദ്ധാന്തം ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണം റഷ്യയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഒരു രാഷ്ട്രീയ കെട്ടുകഥയായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. എന്നിരുന്നാലും ഈ രാഷ്ട്രീയ നാടകം അമേരിക്കൻ സമൂഹത്തിലും ലോക രാഷ്ട്രീയത്തിലും അവശേഷിപ്പിച്ചുപോയ ആഴത്തിലുള്ള മുറിവുകളും വിഷലിപ്തമായ പാരമ്പര്യവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്താണ് റഷ്യ ഗേറ്റ് എന്നറിയപ്പെടുന്ന സിദ്ധാന്തം? റഷ്യ ഗേറ്റ് എന്നറിയപ്പെടുന്ന സിദ്ധാന്തം 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ സർക്കാർ ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തെ കേന്ദ്രീകരിച്ചാണ് ഉയർന്നുവരുന്നത്. ഈ വിവാദം അമേരിക്കൻ രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വലിയ ഭിന്നതകൾക്കും വഴിവെച്ചിരുന്നു. ട്രംപിന്റെ പ്രസിഡന്റ് പദവിയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്ത ഈ സിദ്ധാന്തം അമേരിക്കൻ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകിലുക്കിയ ഒരു സംഭവം കൂടിയാണ്. 2016 റഷ്യ ഹിലറി ക്ലിന്റനെ തോൽപ്പിക്കാനും ട്രംപിനെ വിജയിപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നാണ് ആരോപണം. റോബർട്ട് മുള്ളർ നയിച്ച പ്രത്യേക അന്വേഷണത്തിൽ 2019 റഷ്യൻ ഇടപെടൽ വ്യാപകവും സംഘടിതവുമായിരുന്നു എന്ന് കണ്ടെത്തി. ഇതിൽ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ അതായത് DNC മെയിലുകളും ക്ലിന്റൺ പ്രചാരണ മാനേജർ ജോൺ പ്രസസ്റ്റിയുടെ ഇമെയിലുകളും ഹാക്ക് ചെയ്യുക, വിക്കിലീക്സ് വഴി ഇവ പുറത്തുവിടുക, സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകളും പ്രചാരണവും നടത്തുക എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഫേസ്ബുക്കിന്റെ കണക്കനുസരിച്ച് റഷ്യൻ പിന്തുണയുള്ള ഉള്ളടക്കം 126 മില്യൺ അമേരിക്കക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഹിലരിയുടെ പ്രചാരണത്തെ ദുർബലപ്പെടുത്തി ട്രംപിന്റെ വിജയത്തിന് വഴിയൊരുക്കിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രചാരണ ടീമും അതുപോലെ റഷ്യൻ ഏജന്റുമാരും തമ്മിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന നേരിട്ടുള്ള തെളിവുകൾ മുള്ളർ അന്വേഷണത്തിന് കണ്ടെത്താനായില്ല. എന്നിരുന്നാലും ട്രംപിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികൾ റഷ്യൻ ഉദ്യോഗസ്ഥരുമായോ ഏജന്റുമാരുമായോ ബന്ധപ്പെട്ടതായിട്ട് വെളിപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ട്രംപിന്റെ പ്രചാരണ ഉപദേഷ്ടാവായിട്ടുള്ള ജോർജ് പാപ്പഡോപൗലോസ് റഷ്യൻ ഏജന്റുമാർ ക്ലിന്റനെ കുറിച്ചുള്ള ആയിരക്കണക്കിന് ഇമെയിലുകൾ വാഗ്ദാനം ചെയ്തതായി FBI കള്ളം പറഞ്ഞതിന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ട്രംപിന്റെ മുൻ പ്രചാരണ മാനേജർ പോൾ മനാഫോർട്ടും അസോസിയേറ്റഡ് റിക് ഗേറ്റ്സും ഉക്രൈനിലെ റഷ്യ അനുകൂല സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചതിന് ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ ഏജന്റായി രജിസ്റ്റർ ചെയ്യാത്തത് തുടങ്ങിയ കുറ്റങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. മനാഫോർട്ട് റഷ്യൻ ഇന്റലിജൻസുമായി ബന്ധമുള്ള കോൺസ്റ്റാന്റിൻ കിലിമിനിക്സ് 2016 പ്രചാരണത്തിന്റെ വോട്ടെടുപ്പ് ഡാറ്റ വിട്ടുകൊടുത്തതായും കണ്ടെത്തുന്നുണ്ട്. മുള്ളർ അന്വേഷണം 26 റഷ്യൻ പൗരന്മാരെയും 3 റഷ്യൻ സ്ഥാപനങ്ങളെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി. റഷ്യൻ ഇന്റർനെറ്റ് റിസർച്ച് ഏജൻസി ട്രോളിംഗ്, വ്യാജ വാർത്തകൾ, ഡെമോക്രാറ്റുകളെ ദുർബലപ്പെടുത്താനുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ എന്നിവ നടത്തി. ട്രംപിനെ പിന്തുണച്ചും ഹിലരിയെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു ഇത്തരം നീക്കങ്ങൾ. റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസ് DNCയുടെയും പെഡസ്റ്റയുടെയും ഇമെയിലുകൾ ഹാക്ക് ചെയ്തു. വിക്കിലീക്സ് വഴി ഇത് പുറത്തുവിട്ടു. ഈ പ്രവർത്തനങ്ങൾ ഹിലരിയുടെ പ്രചാരണത്തെ തകർക്കാനും ട്രംപിന്റെ വിജയത്തിന് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ട്രംപിന്റെ പ്രചാരണ ടീമിന്റെ റഷ്യൻ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് മനാഫോർട്ടിന്റെയും അതുപോലെ തന്നെ പാപ്പഡോപൗലോസിന്റെയും പ്രവർത്തനങ്ങൾ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ 2016 റഷ്യൻ വനിതാ അഭിഭാഷകയുമായി ഒരു മീറ്റിംഗ് നടത്തി. ക്ലിന്റനെ കുറിച്ചുള്ള നിന്ദ്യമായ വിവരങ്ങൾ ലഭിക്കാൻ. എന്നാൽ ഈ മീറ്റിംഗ് ഗൂഢാലോചനയാണെന്ന് തെളിയിക്കപ്പെട്ടില്ല. റഷ്യ ഗേറ്റിന് മറ്റൊരു വശമുണ്ട്. അതായത് ട്രംപിന്റെ ഭരണം അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണമാണിത്. 2017 ട്രംപ് FBI ഡയറക്ടർ ജെയിംസ് കോമിയെ പുറത്താക്കുന്നുണ്ട്. ഈ റഷ്യൻ സിദ്ധാന്തമാണ് ഇതിന്റെ കാരണക്കാരനായതെന്നാണ് മറ്റൊരു ആരോപണം. കോമിയുടെ കുറിപ്പുകൾ പ്രകാരം ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള മൈക്കൽ ഫ്ലീനിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഫ്ലീനിന്റെ റഷ്യൻ ബന്ധങ്ങൾ കാരണം മുള്ളർ റിപ്പോർട്ട് ട്രംപിന്റെ 10 സംഭവങ്ങളിൽ നീതിന്യായം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും രേഖപ്പെടുത്തി. എന്നാൽ ഒരു സിറ്റിംഗ് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് മുള്ളർ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും റഷ്യ ഹോക്സ് എന്ന് വിളിച്ച് കൗണ്ടർ നറേറ്റീവ് പ്രചരിപ്പിച്ചു. അന്വേഷണം ഹിലറി ക്ലിന്റന്റെ തോൽവിക്ക് ഒരു ഒഴിവ് കഴിവാണെന്നും FBI, ഡെമോക്രാറ്റുകൾ, ഡീപ് സ്റ്റേറ്റ് എന്നിവർ ട്രംപിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. 2019 ട്രംപ് അറ്റോർണി ജനറൽ വില്യം ബാറിനെയും US അറ്റോർണി ജോൺ ഡർഹാമിനെയും അന്വേഷണത്തിന്റെ ഉത്ഭവം അന്വേഷിക്കാൻ നിയോഗിക്കുന്നുണ്ട്. ഡെൽഹാം റിപ്പോർട്ട്, അതായത് 2023 ഇത് പുറത്തു വരുന്നത്, FBI അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ട്രംപിനെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയിക്കുന്ന മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ല. 2019 US ഇൻസ്പെക്ടർ ജനറൽ മൈക്കൽ ഹോറോവിറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം FBI അന്വേഷണം നിയമപരവും യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കണ്ടെത്തുന്നുണ്ട്. രാഷ്ട്രീയ പക്ഷപാതമില്ലെന്ന് വ്യക്തമാക്കുകയും എന്നാൽ കാർട്ടർ പേജിന്റെ നിരീക്ഷണത്തിൽ
17 പിഴവുകൾ ഉണ്ടായിരുന്നുവെന്നും അത് സിസ്റ്റമാറ്റിക് അലസത മൂലമാണെന്നും പറയുന്നുണ്ട്. റഷ്യ ഗേറ്റിന്റെ ഒരു വിവാദ വശം സ്റ്റീൽ ഡോസിയറാണ്. ഡെമോക്രാറ്റുകൾ, നാഷണൽ കമ്മിറ്റിയും ക്ലിന്റൺ പ്രചാരണവും ഫിനാൻസ് ചെയ്ത മുൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസർ ക്രിസ്റ്റഫർ സ്റ്റീൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത്. ഈ ഡോസിയർ ട്രംപിന്റെ റഷ്യൻ ബന്ധങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്നാൽ പലതും അനുമാനം മാത്രമായിരുന്നു എന്ന് മാത്രം. തെളിവുകൾ വേണ്ടത്ര നമുക്ക് ലഭ്യമായില്ല. 2025 ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുൾസി ഗബാർഡ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ഒബാമ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ റഷ്യ ഗേറ്റ് ട്രംപിനെ അട്ടിമറിക്കാൻ ഉപയോഗിച്ചുവെന്നായിരുന്നു അത്തരമൊരു ആരോപണം. എന്നാൽ ഈ റിപ്പോർട്ട് നേരത്തെ നിരാകരിക്കപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പുനഃപാക്കേജ് ചെയ്തതാണെന്ന് വിമർശകർ പറഞ്ഞു. റഷ്യ ഗേറ്റ് അമേരിക്കൻ രാഷ്ട്രീയത്തെ ധ്രുവീകരിച്ചു. ഡെമോക്രാറ്റുകൾ റഷ്യൻ ഇടപെടലിന്റെ തെളിവുകളെ ഉയർത്തിക്കാട്ടിയപ്പോൾ ട്രംപും അനുയായികളും ഇതിനെ ഹോക്സ് എന്ന് വിശേഷിപ്പിച്ച് ഡെമോക്രാറ്റുകളും മാധ്യമങ്ങളും ട്രംപിന്റെ വിജയത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചു. ഈ വിവാദം 2016 ശേഷം വർഷങ്ങളോളം തുടർന്നു നിന്നിരുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിലും ഇന്റലിജൻസ് സമൂഹത്തിലും വിശ്വാസം കുറയാനിടയാക്കുകയും ഇത്തരം സംഭവങ്ങൾ കൊണ്ട് ഉണ്ടായി. 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് റഷ്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. റഷ്യൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ ഹിലറി ക്ലിന്റന്റെ പ്രചാരണത്തെ തകർക്കാനും ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചുവെന്നാണ് ആരോപണം. ഈ ആരോപണങ്ങളിൽ ഹാക്കിംഗ്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കൽ, സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ, ട്രംപ് പ്രചാരണ ടീമുമായുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ റഷ്യ ഗേറ്റ് ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പൊതുജന വിശ്വാസ്യതയ്ക്ക് ക്ഷതമേൽപ്പിച്ചു എന്ന് പറയാതെ വയ്യ. റഷ്യ ഗേറ്റ് ആരോപണങ്ങൾ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത്, അതായത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യപ്പെട്ടത് ഒന്നാണ്. റഷ്യയുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ നിയമവിരുദ്ധമാക്കിയെന്ന ആരോപണം ഉയർന്നു. ഇത് പൊതുജനങ്ങളുടെ വിശ്വാസത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ട്രംപിന്റെ അനുയായികൾ ഈ ആരോപണങ്ങളെ വ്യാജമെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നുവെങ്കിലും അത് തള്ളിക്കളഞ്ഞുവെങ്കിലും എതിരാളികൾക്ക് ഇതിനെ അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു പ്രധാന ആയുധമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. മുള്ളറിന്റെ അന്വേഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2017 പ്രത്യേക കൗൺസിൽ റോബർട്ട് മുള്ളർ റഷ്യൻ ഇടപെടലിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടു. 2019 പുറത്തു വന്ന മുള്ളർ റിപ്പോർട്ട് പ്രകാരം ട്രംപ് പ്രചാരണ ടീമും റഷ്യൻ ഗവൺമെന്റും തമ്മിൽ ഔപചാരികമായ ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തുന്നുണ്ട്. എന്നിരുന്നാലും ട്രംപിന്റെ പ്രചാരണ ടീം അംഗങ്ങൾ റഷ്യൻ ഉദ്യോഗസ്ഥരുമായി 200-ലധികം ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ അന്വേഷണം ട്രംപിന്റെ ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിലൊക്കെ ഒരു കറുത്ത മേഘമായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇതൊക്കെ. രാഷ്ട്രീയ ധ്രുവീകരണവും ഇവിടെ സംഭവിക്കുന്നുണ്ട്. റഷ്യ ഗേറ്റ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണത്തിനും കാരണമായി. ഡെമോക്രാറ്റുകൾ ഈ ആരോപണങ്ങളെ ട്രംപിനെതിരെ ആയുധമാക്കിയപ്പോൾ റിപ്പബ്ലിക്കന്മാർ ഇതിനെ ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയുമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഈ വിവാദം 2018 മധ്യകാല തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയായി. കാരണം ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധ ട്രംപിന്റെ നേട്ടങ്ങളിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. വിദേശ നയത്തിലും ഇതിന്റെ സ്വാധീനം സംഭവിച്ചിട്ടുണ്ട്. അതായത് റഷ്യൻ ഗേറ്റ് ആരോപണങ്ങൾ ട്രംപിന്റെ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ സങ്കീർണമാക്കി. റഷ്യയുമായി സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഉദാഹരണത്തിന് ട്രംപിന്റെ റഷ്യൻ നയങ്ങൾ, പ്രത്യേകിച്ച് ഉക്രൈനുമായുള്ള ബന്ധത്തിൽ റഷ്യ ഗേറ്റിനെ നേരിൽ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2019 അദ്ദേഹത്തിന്റെ ആദ്യ ഇംപീച്ച്മെന്റിന് വഴിവെച്ചു. ട്രംപിന്റെ വിക്ടിം നരേറ്റീവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒന്ന്. അതായത് ട്രംപ് റഷ്യ ഗേറ്റിനെ വ്യാജമെന്ന് വിശേഷിപ്പിച്ച് തന്റെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും ഡീപ് സ്റ്റേറ്റും ചേർന്ന് തന്നെ ലക്ഷ്യം വെച്ചുവെന്നാണ് വാദിച്ചത്. ഈ വിക്ടിം നറേറ്റീവ് അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ വലിയ ജനപിന്തുണ നേടാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ 2ാം തവണ അദ്ദേഹം പ്രസിഡന്റ് ആവാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ റഷ്യ ഗേറ്റ് സിദ്ധാന്തം തന്നെയാണ്. 2025 ട്രംപിന്റെ ഭരണത്തിലെ ഉദ്യോഗസ്ഥനായ തുൾസി ഗബാർഡും ജോൺ ഡാറ്റ്ക്ലിഫും റഷ്യ ഗേറ്റിനെ ഒബാമ ഭരണകൂടത്തിന്റെ ഗൂഢാലോചന എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ആരോപണങ്ങളെ ട്രംപിന്റെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ അവർ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം ഒരു ഗൂഢാലോചന സിദ്ധാന്തം വെറുതെയാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ 2ാം തവണ അധികാരത്തിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ട്രംപിന്റെ ബിസിനസ് ബുദ്ധി ശരിക്കും രാഷ്ട്രീയത്തിൽ നന്നായിട്ട് പ്രതിഫലിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം റഷ്യയുമായി അദ്ദേഹം ഇപ്പോൾ നല്ല മികച്ച ബന്ധം പുലർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു അമേരിക്കൻ ഭരണാധികാരിയാണ്. പഴയ കാലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, സോവിയറ്റ് യൂണിയനും US-ഉമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അതെല്ലാം മറന്ന് റഷ്യയുമായിട്ട് ഇപ്പോൾ നല്ല മികച്ച ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ട്രംപ്. റഷ്യ ഗേറ്റ് സിദ്ധാന്തം ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നതാണ് വാസ്തവം. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ധ്രുവീകരണം വർദ്ധിക്കുകയും വിദേശ നയ തീരുമാനങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്തു. എന്നാൽ ട്രംപ് ഈ ആരോപണങ്ങളെ തന്റെ വിക്ടിം നറേറ്റീവിന്റെ ഭാഗമാക്കി കൃത്യമായിട്ട് അത് യൂസ് ചെയ്തു. അതായത് തന്റെ അനുയായികളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഈ സിദ്ധാന്തം കൃത്യമായിട്ട് ഉപയോഗിച്ച് അദ്ദേഹം വീണ്ടും വിജയത്തിലേക്ക് വരികയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.